സ്വപ്ന സുരേഷ് സർക്കാരിനെ വഞ്ചിച്ചു എന്ന പരാതിയിലാണ് കേരള പോലീസ് കേസെടുത്തത്. KSITL MD ആണ് പരാതിക്കാരൻ. തമാശ നോക്കൂ, വഴിവിട്ട നിയമനത്തിന് കൂട്ടുനിന്ന അതേ KSITL MD തന്നെ തട്ടിപ്പ് പുറത്തായതോടെ സ്വപ്നയ്ക്കും PWCക്കുമെതിരെ വഞ്ചിച്ചു എന്ന് പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ പരാതിയും പോലീസ് കേസുമൊക്കെ ജനങ്ങളെ വഞ്ചിക്കാൻ മാത്രമായിരുന്നുവെന്ന് കേസിന്റെ ഗതി നോക്കിയാൽ അറിയാം. സർക്കാരിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ സർക്കാർ തന്നെ അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന് ഗംഭീര ഉദാഹരണമാണ് സ്വപ്നയുടെ അനധികൃത നിയമന കേസ്. യഥാർത്ഥ കുറ്റക്കാരെ രക്ഷിക്കാൻ വേണ്ടിയും അന്വേഷണം നടത്താം എന്നതിന്റെ രണ്ട് മികച്ച സാമ്പിളാണ് നിയമന കേസും ലൈഫ് മിഷനിലെ വിജിലൻസ് കേസും. PWCയെ സർക്കാരിന് തൊടാനാകില്ല, തൊട്ടാൽ വിവരമറിയും. സ്വപ്നയുടെ നിയമനത്തിന് പിന്നിൽ നടന്നതെന്താണെന്ന് ലോകമറിയും. സ്വപ്നയുടെ നിയമനത്തിന് IT വകുപ്പിന് തന്നെയാണ് ഉത്തരവാദിത്തം എന്ന വസ്തുത വ്യക്തമായി പുറത്തുവരും. M ശിവശങ്കറിനെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കേണ്ടി വരും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിയാണ് നിയമനം എന്നുകൂടിയെങ്ങാനും സത്യമായി വന്നാലോ? അതുവേണ്ട, മുഖ്യമന്ത്രിയുടെ പേര് ശിവശങ്കർ ദുരുപയോഗിച്ചതാണെങ്കിൽ അതും കുറ്റമല്ലേ? എന്നിട്ടും M ശിവശങ്കറിനെ അടക്കം രക്ഷിക്കാൻ വേണ്ടി ഒരു പോലീസ് അന്വേഷണം നടക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ലൈഫ് അന്വേഷണത്തിൽ പുറത്തുവരുന്ന വസ്തുതകൾ കൂടി മനസ്സിലാക്കണം. സ്വപ്ന സുരേഷിന്റെ അനധികൃത നിയമനം, ലൈഫ് മിഷൻ ക്രമക്കേട്, ഈ രണ്ടിടപാടിലും കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായോ? സ്വപ്നയുടെ നിയമനം വഴി നഷ്ടം 19 ലക്ഷത്തിൽ പരം രൂപ. ലൈഫ് മിഷനിൽ ധനമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തിയത് 4.25 കോടി. ആകെ എത്രയെന്ന് ഇനിയും അന്വേഷണത്തിൽ തെളിയിക്കപ്പെടണം. അടുത്തത്, ഈ വിവാദത്തിൽ കേരള സർക്കാർ വഞ്ചിക്കപ്പെട്ടോ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വർണ്ണക്കടത്ത് പ്രതികളും ചേർന്ന് ഒന്നിലേറെ തവണ സർക്കാരിനെ വഞ്ചിച്ചു. ഈ കുറ്റങ്ങളൊക്കെ ആരാണ് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത്? M ശിവശങ്കർ എന്ന ഒറ്റ വ്യക്തി സർക്കാരിനോട് ചെയ്ത കുറ്റമാണെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തിനാണ്? M ശിവശങ്കറിനോട് ഇടത് സർക്കാരിൽ അത്രയേറെ കടപ്പാടുകളുള്ളത് ആർക്കാണ്? ഇത്രയും ക്രമക്കേടുകൾ കൺമുന്നിൽ തെളിവുകളോടെ ബോധ്യമായിട്ടും സർക്കാരിന് വെറുതെ വേട്ടയാടുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടുപ്പമാണ്. ഈ സർക്കാരിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് സമ്മതിക്കുകയും തിരുത്തുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നതാണ് സാമാന്യ മര്യാദ. ഭരണാധികാരിയോട് ചോദ്യങ്ങൾ ചോദിക്കാനാകില്ല എന്നതുകൊണ്ട് ചോദ്യചിഹ്നങ്ങളെല്ലാം കുത്തിക്കെടുത്തിയേക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. സ്വർണ്ണക്കടത്ത് കൊണ്ട് സർക്കാരിൽ നടന്ന കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, ഭരണം നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ ദുരൂഹമായ സാമ്പത്തിക പശ്ചാത്തലവും കേരളം അറിഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ എന്തും നടക്കുന്ന അവസ്ഥയായിരുന്നു കേരളത്തിലെന്നും ജനം അറിഞ്ഞു. മന്ത്രിമാർക്ക് ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും പ്രശ്നമല്ലെന്ന് തെളിഞ്ഞു. ഇതൊക്കെ നടന്നിട്ടും മാധ്യമങ്ങളുടെ നുണപ്രചാരണം, വേട്ടയാടൽ എന്നൊക്കെ നിവർന്നു നിന്ന് പറയാനുള്ള തൊലിക്കട്ടിയെ ബഹുമാനിച്ചേ പറ്റൂ.